ബഹിരാകാശത്ത് ചരിത്രമെഴുതി ശുഭാംശു. പ്രധാന വാർത്തകളിലേക്ക്. 3, 2, 1 ignition and lift For three nations, a new chapter in space takes flight. Godspeed AX4. 41 വർഷത്തെ കാത്തിരിപ്പിനന്ത്യം. ഇന്ത്യയുടെ അഭിമാനമായി ശുഭാംശു ശുക്ല ബഹിരാകാശത്തേക്ക്. ആക്സിയം 4 വിക്ഷേപണം ആദ്യ 2 ഘട്ടവും വിജയം. ദൗത്യ സംഘത്തിൽ 4 പേർ. ശുഭാംശുവും സംഘവും നാളെ വൈകിട്ട് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ 14 നാൾ പരീക്ഷണ നിരീക്ഷണങ്ങളുമായി തുടരും. വത്സൻ തില്ലങ്കേരിയും KP ശശികലയും അടക്കം കേരളത്തിലെ 977 പേരെ കൊല്ലാൻ പദ്ധതിയിട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റ്. പട്ടികയിലേറെയും BJP RSS നേതാക്കൾ. ഒരു ജില്ലാ ജഡ്ജിയെയും ലക്ഷ്യമിട്ടു. ഹിറ്റ് ലിസ്റ്റിന്റെ വിശദാംശങ്ങൾ കോടതിയിൽ നൽകി NIA. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ കനത്ത മഴ. 24 മണിക്കൂറിനിടെ പെയ്തത് 100 മില്ലിമീറ്റർ. പുന്നപ്പുഴയിലെ കുത്തൊഴുക്കിൽ കനത്ത ആശങ്ക. അതീവ ഗുരുതര സാഹചര്യമെന്ന് നാട്ടുകാർ വില്ലേജ് ഓഫീസറെ തടഞ്ഞു. ഉരുൾപൊട്ടിയിട്ടില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പ്രദർശനാനുമതി വൈകുന്നതിൽ സെൻസർ ബോർഡിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. സമയബന്ധിതമായി തീരുമാനമെടുക്കണമെന്ന നിർമ്മാതാക്കളുടെ ആവശ്യം. കേസ് മറ്റന്നാൾ പരിഗണിക്കും. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. നില ഗുരുതരം. വെന്റിലേറ്റർ പരിചരണത്തിലാണെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. യുദ്ധം അവസാനിച്ചതോടെ പശ്ചിമേഷ്യയിൽ സമാധാനം. ഇറാനിൽ നിന്ന് 282 ഇന്ത്യക്കാരെ കൂടി തിരിച്ചെത്തിച്ചു. ഒഴിപ്പിക്കൽ താൽക്കാലികമായി നിർത്തി. ഇറാനിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആണവ പദ്ധതികൾ പൂർണ്ണമായി തകർത്തിട്ടില്ലെന്ന പെന്റഗൺ റിപ്പോർട്ടും തള്ളി. ഈ ദിവസത്തെ ഏറ്റവും സന്തോഷകരമായ വാർത്ത ബഹിരാകാശത്തേക്ക് വീണ്ടും എത്തുന്ന ഇന്ത്യയുടെ സാന്നിധ്യം തന്നെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. PFI ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരിൽ അധികവും RSS BJP നേതാക്കളെന്ന് NIA. 3 ഇടങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ഹിറ്റ് ലിസ്റ്റിൽ RSS നേതാവ് വത്സൻ തില്ലങ്കേരിയുടെയും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികലയുടെയും പേരുകൾ ഉൾപ്പെട്ടിരിക്കുന്നു. പട്ടികയിൽ ഉൾപ്പെട്ട റിട്ടയർഡ് ജഡ്ജി ആലുവ സ്വദേശിയാണ്. മറ്റ് 2 ആലുവ സ്വദേശികളെ കുറിച്ചുകൂടി ഹിറ്റ് ലിസ്റ്റിൽ പരാമർശമുണ്ട്. ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്ന റിപ്പോർട്ടേഴ്സിന് 36 ചോദ്യങ്ങൾ അടങ്ങിയ ക്വസ്റ്റ്യനെയർ നൽകും. കൃത്യം ആസൂത്രണം ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നതാകും ഈ ചോദ്യങ്ങളെന്നും NIA പറയുന്നു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഇങ്ങനെ ഒരു ഹിറ്റ് ലിസ്റ്റിനെ കുറിച്ച് നമ്മൾ മുൻപും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് 977 ഏതാണ്ട് 1000-ഓളം പേരുടെ പേരടങ്ങുന്ന പട്ടിക. എങ്ങനെ കൊല്ലണം, എന്തൊക്കെയാണ് അവരുടെ വിശദാംശങ്ങൾ എന്ന് അങ്ങനെ സമഗ്രമായ ഒരു റിപ്പോർട്ട് ഇപ്പോൾ NIA കോടതിയിൽ സമർപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് നൽകാൻ കഴിയുക? ശ്രീജ, 977 പേരുടെ പട്ടികയാണ് കോടതിയിൽ NIA സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട പേരുകൾ ഒന്നും തന്നെ ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നില്ല. എങ്കിലും നമുക്ക് ലഭ്യമാകുന്ന ഡൽഹിയിലെ NIA വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് 3 പേരുടെ ലിസ്റ്റിൽ, അതായത് 3 സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ഹിറ്റ് ലിസ്റ്റിൽ RSSന്റെ പ്രധാന നേതാവായ വത്സൻ തില്ലങ്കേരി, അതോടൊപ്പം ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷയായ KP ശശികല എന്നിവരുടെ പേരുകൾ 3 ഇടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം 36 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യനെയർ റിപ്പോർട്ടേഴ്സ് എന്ന ഈ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പ്രത്യേക പരിശീലന വിഭാഗമുണ്ട്. ആ റിപ്പോർട്ടേഴ്സാണ് ഈ വധം അല്ലെങ്കിൽ കൊലപാതകങ്ങൾ നിഷ്ഠൂരമായ രീതിയിൽ നടപ്പിലാക്കേണ്ടത്. അവർക്ക് 36 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ചോദ്യാവലി ഉന്നത ശ്രേണിയിൽ നിന്ന് അയച്ചു നൽകും.
ആ 36 ചോദ്യങ്ങളിൽ പ്രധാനമായി എങ്ങനെയാണ് ഈ കൊലപാതകം നടപ്പിലാക്കുന്നത് എന്ന് വിശദമാക്കുന്ന ചോദ്യങ്ങൾ ആണ് ഉൾക്കൊണ്ടിരുന്നത്. അതായത് ഏത് വാഹനത്തിലായിരിക്കും വരിക, എങ്ങനെയായിരിക്കും വരിക, കയ്യിൽ ഏതൊക്കെ ആയുധങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക, ഈ വധം നടപ്പിലാക്കുന്നതിനിടയിൽ പിടിക്കപ്പെട്ടാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, അങ്ങനെ രക്ഷപ്പെട്ടാൽ എവിടേക്കായിരിക്കും രക്ഷപ്പെടുക, കൃത്യം നടപ്പിലാക്കുന്നതിന് മുമ്പും അതിനുശേഷവും ആദ്യം ഫോണിൽ വിളിക്കുന്നത് ആരെയായിരിക്കും, എങ്ങനെയായിരിക്കും വിളിക്കുക, എവിടേക്കായിരിക്കും രക്ഷപ്പെട്ടു പോവുക, ഇങ്ങനെ 36 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ചോദ്യാവലി ഈ റിപ്പോർട്ടേഴ്സ് എന്ന പ്രത്യേക വിഭാഗത്തിന് നൽകും. അവർ അതിന് നൽകുന്ന ഉത്തരങ്ങളുടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അവർ ഈ കോർ ഗ്രൂപ്പിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഈ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി തുടർന്നുള്ള ആയുധ പരിശീലനം നൽകുന്നത് എന്നാണ് NIA നൽകുന്ന സൂചന. ഇങ്ങനെ നടപ്പിലാക്കിയ കൊലപാതകമാണ് 2022 ഏപ്രിൽ 16 നടന്ന ശ്രീനിവാസൻ കൊലപാതകം എന്ന് കൃത്യമായി തന്നെ കോടതിയിൽ NIA സമർപ്പിച്ച റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. പ്രധാനമായും RSS BJP നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് NIAയുടെ കണ്ടെത്തൽ. ഈ 977 പേരിൽ 500 പേരുടെ പട്ടിക ഒരു സ്ഥലത്ത് നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഭൂരിഭാഗവും RSS BJP നേതാക്കളാണ് എന്നാണ് NIA നൽകുന്ന സൂചനകൾ. ഇതുമായി ബന്ധപ്പെട്ട് 2022 സെപ്റ്റംബർ 22-നും 28-നും ഇടയിൽ വ്യാപകമായ പരിശോധന സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NIAയും സായുധ പോലീസ് സംഘത്തിൻ്റെ അകമ്പടിയോടെ, സായുധ സേനയുടെ അകമ്പടിയോടെ തന്നെ വ്യാപകമായി നടത്തിയിരുന്നു. അങ്ങനെ 250-ലേറെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ അറസ്റ്റിലാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. 2022 സെപ്റ്റംബർ 28-ാം തീയതിയാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് പുറത്തു വന്നത്. പക്ഷേ അപ്പോൾ മുതൽ ഇതിൻ്റെ രണ്ടാം നിര നേതാക്കൾ സ്ലീപ്പിംഗ് സെല്ലുകളായി പലതരത്തിൽ സമൂഹ മാധ്യമങ്ങളിലെ വാട്സാപ്പ്, ടെലഗ്രാം ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലോസ്ഡ് ഗ്രൂപ്പുകളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഇപ്പോഴും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് NIAയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് അവരുടെ വേലിറക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ അന്വേഷണം NIAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇപ്പോഴും അടഞ്ഞിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കെന്ന പേരിൽ ഇപ്പോഴും പണം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് പല പേരുകളിൽ ആ പണം ഹവാല ഇടപാടിലൂടെ ഇവർക്ക് എത്തുന്നു എന്നാണ് NIAയുടെ കണ്ടെത്തൽ. ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ആലുവയിൽ ഉൾപ്പെടെ ആയുധ പരിശീലനം നൽകുന്നത് എന്നും ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉൾപ്പെടെ ഈ ആയുധ പരിശീലനം നൽകിയതിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നും അതിൻ്റെ പ്രധാനപ്പെട്ട തെളിവുകൾ ദേശീയ അന്വേഷണ ഏജൻസി NIA കോടതിയിൽ കൈമാറിയിട്ടുണ്ട് എന്നുമാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഗൗരവതരമായ ഒരു കണ്ടെത്തൽ NIAയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഈ വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ള RSS നേതാക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള ശുപാർശ ആഭ്യന്തര വകുപ്പിന് കൈമാറുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ഗൗരവതരമായ ഒരു കണ്ടെത്തൽ NIAയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുമ്പോൾ ഈ ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന പേരിൽ 2022 സെപ്റ്റംബർ അവസാന വാരം തുടക്കമിട്ട വ്യാപകമായ പരിശോധനയ്ക്ക് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഡാൻ, ഈ പേരുകളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ വത്സൻ തില്ലങ്കേരിയോട് ആദ്യ പ്രതികരണം ചോദിക്കുമ്പോൾ അതിൽ അസ്വാഭാവികതയില്ല, ഇത് പ്രതീക്ഷിക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഒരു ജില്ലാ ജഡ്ജി, ആലുവ സ്വദേശിയായ ഒരു ജില്ലാ ജഡ്ജിയുടെ പേര് പറയുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന RSS BJP നേതാക്കളുടെ പേരുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് എത്രത്തോളം ഗൗരവമായി NIA എടുക്കാൻ സാധ്യതയുണ്ട്? ആ ഗൗരവം അതേ നിലയ്ക്ക് തന്നെ സംസ്ഥാനത്തേക്കും സംസ്ഥാന സർക്കാരിലേക്കും എത്തില്ലേ? ഈ ഭീഷണി നേരിടുന്ന ചിലർ കൃത്യമായി അവരെ തന്നെ ഉദ്യോഗസ്ഥർ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സൂചനകൾ. വത്സൻ തില്ലങ്കേരിക്ക് ഉൾപ്പെടെ അത്തരത്തിൽ സൂചനകൾ നേരത്തെ നൽകിയതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ആലുവ സ്വദേശിയായ ഒരു റിട്ടയർഡ് ജഡ്ജിക്കാണ് ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നതിൽ ഒരു വ്യക്തി ആലുവ സ്വദേശിയായ റിട്ടയർഡ് ജഡ്ജിയാണ്. അദ്ദേഹത്തിന് പുറമെ മറ്റ് 2 ആലുവ സ്വദേശികൾക്ക് കൂടി സമാനമായ തരത്തിൽ വധഭീഷണി നിലനിൽക്കുന്നുണ്ട്. അവർക്ക് കമാൻഡോ സംഘത്തിൻ്റെ സുരക്ഷ ഇതിനോടകം ഉണ്ട് എന്നാണ് NIA നൽകുന്ന വിവരം. അത് സമാന്തരമായി അവർ ഏർപ്പെടുത്തിയതാണ് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ എങ്ങനെയാണ് ഈ ഭീഷണി, ഇവർക്ക് നേരെ ഭീഷണി ഉണ്ടാകാനിടയായ സാഹചര്യം എന്താണ് എന്നതിലേക്ക് കൂടി വിശദമായ അന്വേഷണം സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് സൂചന. പക്ഷേ ഈ ആലുവ കേന്ദ്രീകരിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു റിപ്പോർട്ടേഴ്സ് വിങ് എന്ന പേരിൽ സംഘടിതരായ ഒരു ഗ്രൂപ്പ്
ഈ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ പ്രത്യേകിച്ച് വർഗീയ കലാപങ്ങൾ ലക്ഷ്യമിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇവരെ പിടിച്ചെടുത്തവരുടെ പക്കൽ നിന്ന് അവരുടെ ഓഫീസുകളിൽ നടത്തിയ റെയ്ഡുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് പാംഫ്ലെറ്റുകളുടെ രൂപത്തിലും എഴുതി തയ്യാറാക്കിയ ലിസ്റ്റുകളുടെ രൂപത്തിലും ഡിജിറ്റൽ ഡിവൈസുകളുടെ രൂപത്തിലും ഈ തെളിവുകൾ കോടതിയിൽ കൈമാറിയിട്ടുണ്ട് എന്നാണ് NIA വ്യക്തമാക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് വളരെ സുപ്രധാനമായ ഒരു റിപ്പോർട്ടാണ് NIA കോടതിയിൽ സമർപ്പിച്ചത്. അതിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 977 പേരെ വധിക്കാൻ ലക്ഷ്യമിട്ടുള്ള പട്ടിക പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയെന്നാണ്. ആ പട്ടികയിൽ RSS നേതാവ് വത്സൻ തില്ലങ്കേരിയും ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികലയും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഒരു ജില്ലാ ജഡ്ജിയുടെ പേര്, മുൻ ജില്ലാ ജഡ്ജിയുടെ പേരും ഈ പട്ടികയിലുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തുടർന്നും ഈ വിഷയം വളരെ വിശദമായി തന്നെ ന്യൂസ് 18 പിന്തുടരുന്നതാണ്. ഈ പ്രതികരണങ്ങളിലേക്കുമൊക്കെ നമുക്ക് പോകാം. അതോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ഇന്ത്യയുടെ ഭൂപടത്തിന്റെ വികലമായ ചിത്രം പരസ്യത്തിൽ ഉൾപ്പെടുത്തിയ കോഴിക്കോട് മേത്ര ആശുപത്രിക്കെതിരെ കേസെടുത്തു. കശ്മീരും ലഡാക്കും ഇല്ലാത്ത ഭൂപടമാണ് ആശുപത്രിയുടെ പരസ്യ ചിത്രത്തിൽ ഉൾപ്പെട്ടത്. അതേസമയം പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വ്യാജമെന്നാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. ക്യാൻസർ ചികിത്സയുടെ പ്രചരണാർത്ഥം പുറത്തിറക്കിയ പരസ്യ വീഡിയോയിലാണ് വികലമായ ഭൂപടം ഉൾപ്പെട്ടത്. ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി MC ഷാജി നൽകിയ പരാതിയിൽ എലത്തൂർ പോലീസ് ആശുപത്രിക്കെതിരെ കേസെടുത്തു. ഭാരതീയ ന്യായ സംഹിത 152, 192, 3, 5 വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കാൻ ശ്രമിച്ചു, കലാപാഹ്വാനം തുടങ്ങിയവയാണ് ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ. ആശുപത്രി മാനേജ്മെന്റിനൊപ്പം പരസ്യ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്ന ഡോക്ടർമാർ, സ്റ്റാഫ് എന്നിവരടക്കമുള്ളവരും പ്രതികളാവും. വീഡിയോയുടെ ആധികാരികത, എവിടെ പരസ്യപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളുടെ വ്യക്തതയ്ക്കായി മെറ്റയെ സമീപിക്കുമെന്ന് എലത്തൂർ SHO അറിയിച്ചു. കേസിനാസ്പദമായ വീഡിയോ വ്യാജമെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. ഒരിടത്തും വിവാദമായ വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടില്ല. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതായും ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. ചരിത്രത്തിലേക്ക് കുതിച്ചുയർന്ന് ഇന്ത്യയുടെ അഭിമാനമായി ശുഭാംശു ശുക്ല കാത്തിരിപ്പിനൊടുവിൽ ആക്സിയം 4 വിക്ഷേപിച്ചു. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. നമസ്കാരം ഇന്ത്യ, എത്ര അതിശയകരമായ യാത്രയെന്ന് ആദ്യ സന്ദേശത്തിൽ ശുഭാംശു ശുക്ല 41 വർഷത്തിനു ശേഷം ബഹിരാകാശത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഈ യാത്രയിൽ കൂടെയുണ്ടെന്നും ശുഭാംശു ഇന്ത്യക്കാരോട് പറഞ്ഞു. പെഗി വിറ്റ്സൺ, സ്ലാവോസ് ഉസ്നാൻസ്കി, ടിബോർ കാപ്പു എന്നിവരാണ് ശുഭാംശുവിന് പുറമെ ഈ ദൗത്യ സംഘത്തിലുള്ളത്. T+30 seconds into flight with the Axiom 4 crew on board Dragon, headed to the International Space Station. Waiting to hear call-outs from the Falcon 9 engineering team. Power and telemetry nominal. Stage 1 throttle. We're throttling down the 9 Merlin engines. We're into the throttle bucket, preparing for max Q. ശുഭാംശുവിന്റെ ഉത്തർപ്രദേശിലെ വീട്ടിലും വലിയ ആഘോഷമായിരുന്നു, നിറഞ്ഞ സന്തോഷമെന്നായിരുന്നു അമ്മയുടെ ആദ്യ പ്രതികരണം. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അജയ് സുധ ബിജു. അജയ്, നമ്മൾ ഓരോരുത്തർക്കും ഏറ്റവും അഭിമാനകരമായ നിമിഷം. 41 വർഷത്തെ കാത്തിരിപ്പാണ് രാകേഷ് ശർമ്മയ്ക്കും ശുഭാംശു ശുക്ലയ്ക്കും ഇടയിലുള്ളത്. ആ വലിയ കാലയളവ്, അതിനുശേഷം ഒരു ചരിത്രം കൂടി. ബഹിരാകാശ നിലയത്തിലേക്ക്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ബഹുമതിയിലേക്ക് ഇനി വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ശുഭാംശുവിന്. എങ്ങനെയായിരുന്നു ദൗത്യം? കൃത്യസമയത്ത് എല്ലാം കൃത്യമായി തന്നെ നടന്നു? നമുക്കറിയാം ശ്രീജ, ഇതുവരെ മൊത്തം 6 തവണ മാറ്റിവെച്ച ദൗത്യമാണ് ഇന്ന് ഉച്ചയ്ക്ക് കൃത്യം 12:01 ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചയ്ക്ക് 12:01 തന്നെ വിക്ഷേപിച്ചത്. ഇത് നാളെ വൈകിട്ട് 4:30 ഈ അന്താരാഷ്ട്ര സ്പേസ് സെൻട്രൽ ഡോക്കിംഗ് പ്രക്രിയ നടക്കുന്നത്. ഇന്നത്തെ ഈ ലോഞ്ചിങ്ങും അതുപോലെ തന്നെ നാളത്തെ ഡോക്കിംഗ് പ്രക്രിയയിൽ ഉൾപ്പെടെ എല്ലാത്തിനും നേതൃത്വം വഹിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ശുഭാംശു ശുക്ലയാണ്. അദ്ദേഹം സ്പേസിലെത്തിയതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ
സ്പേസ് മെസ്സേജ് വന്നു കഴിഞ്ഞു. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ജയ് ഹിന്ദ് ജയ് ഭാരത് എന്നാണ്. ആ ഒരു മെസ്സേജിൽ അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ ഈ ചെസ്റ്റ്, എൻ്റെ തോളിലുള്ള ഈ ത്രിവർണ്ണ പതാക ഇത് കാണുമ്പോൾ എനിക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങളെല്ലാ ഭാരതീയരും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു റിയലൈസേഷൻ എനിക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു 41 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്ത്യക്കാർ വീണ്ടും ബഹിരാകാശത്ത് എത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ അവരുടെ പേടകം 7.4 km/h വേഗതയിൽ ഭൂമിയെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാളെ വൈകുന്നേരം ഈ ഒരു ഡോക്കിംഗ് പ്രക്രിയ നടക്കുന്നതോടുകൂടി അത് ഞാനല്ല ഒരു അന്താരാഷ്ട്ര സ്പേസ് സെൻറ്ററിലേക്ക് എത്തുന്നത്, അത് ഭാരതമാണ്, ഭാരതത്തിൻ്റെ ഒരു വലിയ നേട്ടമാണ് എന്ന് അദ്ദേഹം പറയുന്നു. നമ്മുടെ ഇന്ത്യയുടെ ഭാവിയിലത്തേക്കുള്ള മിഷൻ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ചവിട്ടുപടി എന്നുള്ള നിലയിൽ ഇത് തീർച്ചയായിട്ടും ഊർജ്ജം പകരും എന്നും അദ്ദേഹം തൻ്റെ മെസ്സേജിൽ പറയുന്നു. ഏറ്റവും അവസാനം ജയ് ഹിന്ദ് ജയ് ഭാരത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ സന്ദേശം നടത്തുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് ആശംസ അറിയിച്ചുകൊണ്ട് പ്രസിഡന്റ് ദ്രൗപദി മുർമുവും എക്സിൽ കുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രസിഡന്റ് വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു മിഷൻ മാത്രമല്ല, പോളണ്ട്, ഹംഗറി, US തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികളും ഈ മിഷനിൽ നമ്മുടെ ശുഭാംശു ശുക്ലയോടൊപ്പമുണ്ട്. അപ്പോൾ വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ഒരു ആശയമാണ് ഈ ആക്സിയം 4 മിഷനിലൂടെ മുന്നോട്ട് വരുന്നത് എന്ന് ഇപ്പോൾ ദ്രൗപദി മുർമു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ മിഷൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 പ്രക്രിയ പൂർണ്ണമായി ഇപ്പോൾ അന്താരാഷ്ട്ര സ്പേസ് സെൻറ്ററിലേക്ക് ഈ ഡ്രാഗൺ പേടകം അടുത്തുകൊണ്ടിരിക്കുകയാണ്. വിക്ഷേപണത്തിന് ശേഷം ഈ പേടകത്തെ ഇപ്പോൾ സ്പേസിലേക്ക് എത്തിച്ചതിന് ശേഷം ഇതിൻ്റെ വിക്ഷേപിച്ച റോക്കറ്റ്, അതായത് ഈ ഫാൽക്കൺ 9 റോക്കറ്റിൻ്റെ ആദ്യ ഭാഗം അത് ഭൂമിയിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞു. 8 മിനിറ്റിന് ശേഷമാണ് ഇത് തിരിച്ച് ഭൂമിയിലേക്ക് എത്തിയത്. ഇത് റീയൂസബിൾ ആയിട്ടുള്ളൊരു ഭാഗമാണ്. രണ്ടാമത്തെ പ്രക്രിയ, ആദ്യത്തെ പ്രക്രിയയുടെ ഈ ഒരു പൂർത്തീകരണത്തിന് ശേഷം രണ്ടാമത്തെ പ്രക്രിയ കുറച്ചുകൂടി സമയമെടുത്തുകൊണ്ടാണ് രണ്ടാമത്തെ പ്രക്രിയയും പൂർണ്ണമാക്കിയത്. അപ്പോൾ രണ്ടാമത്തെ പ്രക്രിയയിലും ഈ ഒരു ഫാൽക്കൺ 9ൻ്റെ ഭാഗം ഈ ഡ്രാഗൺ പേടകത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞു. 2 ഭാഗവും ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു പേടകം അതിൻ്റെ 3ാമത്തെ ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തം 6 സ്റ്റേജിലൂടെയാണ് ഈ പ്രക്രിയ പൂർണ്ണമാക്കുന്നത്. 3ാമത്തെ സ്റ്റേജ് അത് ഇന്ന് രാത്രിയോടുകൂടി അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി പൂർണ്ണമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ അന്താരാഷ്ട്ര സ്പേസ് സെൻറ്ററിന് അടുത്തേക്ക് എത്തുന്ന ഒരു പ്രക്രിയയാണ്. അതിനുശേഷം 4ാമത്തെ പ്രക്രിയയിലൂടെ ഈ ഒരു അന്താരാഷ്ട്ര സ്പേസ് സെൻറ്ററിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ അത് പൂർണ്ണമാകും. അതിനുശേഷം ഡോക്കിങ്ങിനായിട്ട് ഇതിന് ഏറ്റവും അടുത്തുള്ള ഒരു പോയിന്റിലേക്ക് എത്തുന്ന പ്രക്രിയയാണ് 5ാമത്തെ പ്രക്രിയ എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഈ ഒരു മിഷനിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഈ 5ാമത്തേത് എന്ന് പറയുന്നത്. നമുക്കറിയാം, മുമ്പ് സുനിത വില്യംസിൻ്റെ മിഷനിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ഫെയിലിയർ സംഭവിച്ചത് ഈ ഒരു 5ാമത്തെ പ്രക്രിയയിലാണ്. അതിനുശേഷം 6ാമത്തെയും അവസാനത്തെയും പ്രക്രിയ ഈ ഡോക്കിംഗ് പൂർണ്ണമാകുന്നതോടുകൂടി ഈ സഞ്ചാരികൾ 4 ബഹിരാകാശ സഞ്ചാരികളും ഈ അന്താരാഷ്ട്ര സ്പേസ് സെൻറ്ററിലേക്ക് കടക്കുന്ന ഏറ്റവും അവസാനത്തെ ഒരു പ്രക്രിയയാണ്. അത് നാളെ വൈകുന്നേരം 4:30 പൂർണ്ണമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം മൊത്തം 14 ദിവസം അവർ ബഹിരാകാശ നിലയത്തിൽ ചെലവഴിക്കും. ചരിത്രപരമായ 14 ദിവസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ബഹുമതി അതോടെ ശുഭാംശു ശുക്ലയ്ക്ക് സ്വന്തമാകും. എന്ത് അതിശയകരമായ യാത്രയാണ് ഇത്. ഈ യാത്രയിൽ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെയുണ്ട് എന്നതാണ് ശുഭാംശു ശുക്ല ഇന്ത്യക്കാരോട് പറയുന്നത്. ശരിയാണ്, നമ്മുടെയൊക്കെ മനസ്സും ആശംസകളും ശുഭാംശുവിനൊപ്പം ബഹിരാകാശത്തേക്ക് പോവുകയാണ്. ഏറ്റവും അഭിമാനകരമായ ഒരു ദിവസമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ ദൗത്യങ്ങളിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ് കൂടിയാണിത്. അജയാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മറ്റു വാർത്തകളിലേക്ക് പോകാം. VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില സസൂക്ഷ്മം വിലയിരുത്തി ചികിത്സ തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് VSനെ ആശുപത്രിയിൽ സന്ദർശിച്ചു. VSന്റെ നില തൃപ്തികരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രാവിലെ പറഞ്ഞു. സ്റ്റേബിളാണെന്നാണ് പറഞ്ഞത്. ഇന്നലെ രാത്രി നമ്മൾ പോയിരുന്നു. അപ്പോൾ അരുൺ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച ചെയ്തു. മുഖ്യമന്ത്രി രാവിലെ 11 മണിക്ക് പോയിരുന്നു. ഡോക്ടർമാരൊക്കെ ആയിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ സ്റ്റേബിളായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്ഥിതിയാണ്. അഡ്മിറ്റ് ചെയ്യുന്നതിനേക്കാൾ അന്ന് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ടതാണെന്നാണ് ഡോക്ടർമാരും കുടുംബാംഗങ്ങളും പറഞ്ഞത്. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, പ്രായമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. 101 വയസ്സ് കഴിഞ്ഞ ആളാണ് VS. അപ്പോൾ അതുകൊണ്ട് തന്നെ ചികിത്സയുടെ കാര്യത്തിലൊക്കെ
അദ്ദേഹത്തെ സ്റ്റേബിളായി നിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. എന്താണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രീജ, തിങ്കളാഴ്ച രാവിലെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് VS അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് നില വളരെ മോശമായിരുന്നു. ജീവനോട് അക്ഷരാർത്ഥത്തിൽ മല്ലിടുന്ന അവസ്ഥ, ജീവൻ നിലനിർത്താൻ മല്ലിടുന്ന അവസ്ഥയായിരുന്നു VS. പക്ഷേ അവിടെ നിന്ന് കാര്യം കുറേശ്ശെ ഭേദപ്പെട്ടു എന്നാണ് ഇന്നലെ ഇറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത്. അതേ നില തുടരുന്നുവെന്ന് ഇന്ന് രാവിലെ 11:30 ഇറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനും പറയുന്നു. അതായത് ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് VS ഇപ്പോഴും തുടരുന്നത്. ആശ്വസിക്കാൻ ഉള്ള വക ഇതുവരെയും ഉണ്ടായിട്ടില്ല. കാരണം 102 വയസ്സുണ്ട് VSന്. ഈ ഘട്ടത്തിൽ ആരോഗ്യനില ഇപ്പോഴത്തെ അപകടാവസ്ഥ തരണം ചെയ്ത് മുന്നോട്ട് വരണം. ഇപ്പോഴും വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് ജീവൻ നിലനിർത്തുന്നത്. ശ്വാസോച്ഛ്വാസമൊക്കെ വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ്. അതാണ് ആശങ്കാജനകമായ സാഹചര്യമാണ്. പക്ഷെ അപ്പോഴും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ആരോഗ്യനില മെച്ചപ്പെട്ടു എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. PV അരുൺ, തിരുവനന്തപുരത്ത് നിന്ന്. പോസ്റ്റൽ വോട്ടിൽ തിരിമറി നടത്തിയെന്ന G. സുധാകരനെതിരായ കേസ് എഴുതിത്തള്ളാൻ അനുമതി തേടി അന്വേഷണ സംഘം. തെളിവില്ലാത്തതിനാൽ കേസ് റെഫർ ചെയ്യാൻ അനുവാദം തേടി അന്വേഷണ ഉദ്യോഗസ്ഥനായ സൗത്ത് SHO ശ്രീജിത്ത് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി. കേസിൽ നിർണായക തെളിവായ പോസ്റ്റൽ ബാലറ്റുകൾ കണ്ടെത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കഴിഞ്ഞിരുന്നില്ല. നിങ്ങളുടെ എല്ലാം MSCTയുടെ വലിയ നേതാവായിരുന്ന KS ദേവദാസിന് ഇവിടെ പാർലമെന്റിൽ ആരും അറിയത്തില്ല അദ്ദേഹത്തെ. ആ ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ് അപ്പൊ നമ്മൾ വിചാരിച്ച ഒരുപാട് പോസ്റ്റർ ബാലറ്റ് കിട്ടും സാറിന്. അപ്പൊ എല്ലാം DC ഓഫീസിൽ ഞങ്ങൾ പൊട്ടിച്ചു. പൊട്ടിക്കാൻ പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. അതൊക്കെ തെറ്റായ കാര്യം. ഇത് എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. NGO യൂണിയന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിക്കുന്നതിനിടയിലായിരുന്നു പോസ്റ്റൽ വോട്ടുകൾ പാർട്ടി ഓഫീസിൽ തുറന്നു പരിശോധിക്കാറുണ്ടെന്ന വിവാദ വെളിപ്പെടുത്തൽ G. സുധാകരൻ നടത്തിയത്. 1989 നടന്ന KV ദാസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു പരാമർശം. സൗത്ത് പോലീസ് പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തെങ്കിലും കേസിൽ ചോദ്യം ചെയ്യലടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ജനപ്രാതിനിധ്യ നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയെടുത്ത കേസിൽ നിർണായക തെളിവായി പരിശോധിക്കേണ്ടത് തിരിമറി നടന്നുവെന്ന് ആരോപിക്കപ്പെട്ട പോസ്റ്റൽ വോട്ടുകളായിരുന്നു. വോട്ടുകൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലീസ് സമീപിച്ചെങ്കിലും ബാലറ്റുകൾ നശിപ്പിച്ചു കളഞ്ഞുവെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ലഭിച്ച മറുപടി. ഇതോടെയാണ് അന്വേഷണം വഴിമുട്ടിയത്. പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകില്ലെന്ന നിയമോപദേശം ഉണ്ടായിരുന്നെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ടാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തതെന്ന് ആരോപണം നിലനിൽക്കെയാണ് കേസ് എഴുതിത്തള്ളാനുള്ള അന്വേഷണ സംഘത്തിന്റെ പുതിയ തീരുമാനം. ന്യൂസ് 18 ആലപ്പുഴ. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ രൂക്ഷ വിമർശനവുമായി G. സുധാകരൻ. 4 സഖാക്കൾ ചേർന്ന് എന്തെങ്കിലും തീരുമാനിച്ചാൽ അത് രാജ്യത്തെയോ നാടിനെയോ ബാധിക്കില്ല. ആര് ചെയ്താലും അവരിയ്ക്കുന്നിടം കുഴിയുകയേ ഉള്ളൂവെന്നും സുധാകരൻ പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് UDFന്റെ വിപുലീകരണം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള രാഷ്ട്രീയത്തിൽ ഒരു വിസ്മയമുണ്ടാകും. CPIയെയും കേരള കോൺഗ്രസിനെയും UDFിലേക്ക് ക്ഷണിക്കുമോ എന്ന ചോദ്യത്തോടായിരുന്നു VD സതീശന്റെ പ്രതികരണം. CPM തുടങ്ങിവെക്കുന്ന ദുഷ്പ്രചാരണങ്ങൾ ഏറ്റെടുക്കുന്നത് RSS ആണെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബുർ റഹ്മാൻ. UDF വിജയിക്കുമ്പോൾ CPMന് അത് വർഗീയ വിജയമാണ്. സുരേഷ് ഗോപി ജയിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞില്ലെന്നും മുജീബ് റഹ്മാൻ പറഞ്ഞു. ഗോവിന്ദൻ മാഷിന് 2019 ശേഷം ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയായി എന്നും P. മുജീബുർ റഹ്മാൻ പറഞ്ഞു. വിവാദ പരാമർശങ്ങൾ അവസാനിപ്പിക്കുന്നില്ല PC ജോർജ്. കേരളത്തിൽ വർഗീയത കൂടുന്നു. മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറുന്നത് അത്ര ഗുണകരമല്ല. ഇക്കാര്യം മുസ്ലിം സമൂഹം കൂടി പരിശോധിക്കണം. രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരുത്തനും ഇവിടെ താമസിക്കേണ്ട. ഇതിന്റെ പേരിൽ വേണമെങ്കിൽ പിണറായിക്ക് ഒരു കേസ് കൂടി എടുക്കാം. തനിക്കതിൽ പ്രശ്നമില്ലെന്നും കോടതിയിൽ തീർക്കാമെന്നും PC ജോർജ് പറഞ്ഞു. ഭരണഘടനാ ഭേദഗതിയിലൂടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയത് ജവഹർലാൽ നെഹ്റു ആണെന്നും BJP നേതാവ് PC ജോർജ് പറഞ്ഞു. അതിന്റെ തുടർച്ചയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1951 ജൂൺ 18-ാം തീയതി ഇന്ത്യൻ ഭരണഘടനയുടെ 1ാമത്തെ ഭേദഗതി വന്നു. ശരിയാണോ? അതിലെ ആരംഭം അതാ. നെഹ്റു എന്ന് പറയുന്ന ഏറ്റവും ഈ രാജ്യത്തെ തകർത്തവനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 1ാമത്തെ അമെൻമെന്റ് നടത്തിയ മാന്യൻ. ആളെന്താ അമെൻമെന്റ് എന്തായിരുന്നു? അതാണ് പ്രധാനപ്പെട്ട കാര്യം. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന ഭരണഘടനാ പ്രഖ്യാപനം അതോടുകൂടി അമെൻമെന്റിനോട് തീർന്നുപോയി. അപ്പം ആരംഭം കുറിച്ചു. അപ്പം നെഹ്റുവാണ് ഈ ഭരണഘടനയിലൂടെ മാറ്റത്തിലൂടെ
എന്ത് വൃത്തികേടും ഈ രാജ്യത്ത് ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ച വ്യക്തിത്വം. അയാളുടെ മകളാണ് ഇന്ദിരാഗാന്ധി. ഇവന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ ആശുപത്രികളിലെ കൊള്ളയ്ക്ക് തടയിടാൻ കേരള ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. എല്ലാ ആശുപത്രികൾക്കും ക്ലിനിക്കൽ സ്ഥാപനങ്ങൾക്കും പുറത്ത് നിർദ്ദിഷ്ട നടപടിക്രമങ്ങൾക്കുള്ള നിരക്കുകൾ പ്രദർശിപ്പിക്കണം. ആശുപത്രിയിലെ എല്ലാ ഇടപാടുകളുടെയും ഫീസ് വിവരങ്ങളും പ്രദർശിപ്പിക്കണം. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ. ആജ്ഞ, ആശുപത്രികൾ 7 സ്റ്റാറും 5 സ്റ്റാറും ഒക്കെ ആയിരിക്കുന്ന കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും ആശുപത്രികളെ സംബന്ധിച്ച്. പക്ഷേ സാധാരണക്കാർക്ക് ഏറ്റവും ആശ്വാസകരമായി വരുന്ന ഹൈക്കോടതിയുടെ സുപ്രധാന വിധിയാണിത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ, ലബോറട്ടറി അസോസിയേഷൻ തുടങ്ങിയ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു എതിർകക്ഷികളായി. ഇവരുടെ എല്ലാം വാദം തള്ളിക്കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. കേരളത്തിലെ ഏത് ക്ലിനിക്കൽ സംവിധാനങ്ങളായാലും ആശുപത്രി സംവിധാനങ്ങളായാലും ഈടാക്കുന്ന നിരക്ക് പ്രദർശിപ്പിച്ചിരിക്കണം. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ആശുപത്രിക്ക് മുന്നിൽ തന്നെ റിസപ്ഷനിൽ തന്നെ പ്രദർശിപ്പിക്കണം എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചാർജുകൾ ഈടാക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിക്ക് നടപടിയെടുക്കാമെന്നും ആശുപത്രിയുടെ അല്ലെങ്കിൽ ക്ലിനിക്കൽ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണ് ഇത് സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികൾക്കും ഇത് ബാധകമാണ്. നിർദ്ദിഷ്ട നടപടിക്രമങ്ങൾക്കുള്ള എല്ലാ ഇനവും എല്ലാ ഫീസുകളും കൃത്യമായി പ്രദർശിപ്പിച്ചിരിക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ തന്നെ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സാബു പി ജോസഫ്, അഡ്വക്കേറ്റ് സാബു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന 2021 കേസിലെ വിധി കൂടി ഇതിനോടൊപ്പം കോടതി ചേർത്തിട്ടുണ്ട്. അതായത് നിയമത്തിലെ സെക്ഷൻ 39 പ്രകാരം പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനത്തിന്റെ ഫീസും അതിന്റെ കൃത്യമായ നിരക്കുകളും പ്രദർശിപ്പിക്കണമെന്നാണ് സംസ്ഥാന സ്വകാര്യ ആശുപത്രിക്ക് നേരത്തെ തന്നെ ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഈ സെക്ഷൻ 39 പ്രകാരം ഇപ്പോൾ എതിർകക്ഷികളായിരിക്കുന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, അതുപോലെ ലബോറട്ടറി അസോസിയേഷൻ, കേരള ഹോസ്പിറ്റൽ സംസ്ഥാന അസോസിയേഷൻ തുടങ്ങിയവയ്ക്കൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഹർജിക്ക് പോകാനോ എതിർവാദങ്ങൾ ഉന്നയിക്കാനോ കഴിയില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ വലിയ തിരിച്ചടിയാണ് അത് ഈ 5 സ്റ്റാർ 3 സ്റ്റാർ ഹോസ്പിറ്റലുകൾക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്ന ശക്തമായ എതിർപ്പാണ് കോടതിയിൽ ഇത് കേസ് പരിഗണിക്കുന്ന സമയത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉൾപ്പെടെ ശക്തമായ എതിർവാദമാണ് ഉന്നയിച്ചത്. ഇത് മാത്രമല്ല, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെക്ഷൻ 39 പ്രകാരം ഹർജിക്കാർക്ക് എതിർവാദം ഉന്നയിക്കാൻ കഴിയില്ല. കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിനെതിരായ ഹർജികളാണ് കോടതി തള്ളിയിരിക്കുന്നത്. ഹൈക്കോടതി ഈ നിയമത്തിൽ നിന്നും ഒന്നും ഏകപക്ഷീയമായോ ഭരണഘടനാ ലംഘനമായോ കാണുന്നില്ല എന്നും ഹൈക്കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. നിയമം പാലിക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് കേരള സംസ്ഥാന സർക്കാരുമായി സംസാരിച്ച് ചർച്ച ചെയ്ത് അതിൽ തീരുമാനമുണ്ടാക്കാനുള്ള അനുവാദവും കോടതി നൽകിയിട്ടുണ്ട്. ശ്രീജ, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. എറണാകുളത്തെ ആഷിഖ് കൊലപാതക കേസ് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് പോലീസ്. ആഷിഖിനെ കൊല്ലാൻ തന്നെ നേരത്തെ തീരുമാനിച്ചിരുന്നതായി പ്രതി ഷിഹാബ് പോലീസിന് മൊഴി നൽകി. തുടയിലേറ്റ വെട്ടിൽ നിന്ന് രക്തം വാർന്നതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആളൊഴിഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ട വാനിനകത്തെ മുൻസീറ്റിലാണ് ആഷിഖിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിരുന്നു. ആഷിഖിന്റെ പെൺസുഹൃത്ത് ഷഹാനെയും ഭർത്താവ് ഷിഹാബിനെയും വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് കൊലപാതക വിവരം പുറത്തുവന്നത്. കൊല്ലപ്പെട്ട ആഷിഖ് ഷഹാനയുമായി സൗഹൃദത്തിലായത് അക്യൂപങ്ചർ ഡോക്ടർ എന്ന പേരിലാണ്. ഷഹാനയുടെ പീഡന പരാതിയിൽ ആഷിഖ് ജയിലിലുമായിരുന്നു. ഷിഹാബിന്റെ നിർദ്ദേശപ്രകാരമാണ് പരാതി നൽകിയതെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷവും ഇവർ ബന്ധം തുടർന്നു. ഇത് ഷിഹാബ് വിലക്കി. ഇതനുസരിക്കാത്തതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. വീട്ടിൽ അടുക്കള ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ചാണ് ആഷിഖിന്റെ തൊടയിൽ പലവട്ടം ഷിഹാബ് കുത്തിയത്. ആഷിഖ് മരിച്ചു എന്ന് ഉറപ്പായ ശേഷം പ്രതി സ്ഥലം വിട്ടു. കുത്തേറ്റ വിവരം തന്നെ വിളിച്ചു പറഞ്ഞത് ആഷിഖാണെന്നാണ് ഷഹാന പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. ന്യൂസ് 18 കൊച്ചി. ഇറാനും ഇസ്രയേലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഇരു രാജ്യങ്ങളിലും ആക്രമണമില്ലാത്ത രാത്രിയാണ് കടന്നുപോയത്. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ഇറാൻ ആണവ കേന്ദ്രത്തിലേക്ക് നടത്തിയ ആക്രമണം വിജയം കണ്ടില്ലെന്ന US ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നത് അമേരിക്കയും ഇസ്രായേലിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നു. ഇതിനിടെ നാറ്റോ സംഘത്തിന്റെ കൂടിക്കാഴ്ച നെതർലൻഡ്സിൽ നടക്കും. ഇസ്രായേൽ ചാരന്മാരെന്ന് സംശയിക്കുന്ന 700 പേർ ഇറാനിൽ ഇതിനിടെ പിടിയിലായി.
ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കിയ 13 ദിവസങ്ങൾ നീണ്ട ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് താത്കാലിക വിരാമമായിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം മുതൽ ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണമൊന്നും നടത്തിയില്ല. ഇറാനും ഇസ്രായേലും തമ്മിലെ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ വരും നാളുകളിൽ ചർച്ച നടക്കും. അവിടെ ഇറാന്റെ ആണവ പ്ലാന്റുകളുടെ പ്രവർത്തനം തന്നെയാകും പ്രധാന വിഷയമാവുക. ഇതിനിടെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണം ലക്ഷ്യം കണ്ടില്ലെന്ന അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർന്നു. ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം പോലെ ആണവ കേന്ദ്രങ്ങൾക്ക് കനത്ത നാശമുണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ ചോർന്ന റിപ്പോർട്ടിലുള്ളത് വസ്തുതയ്ക്ക് നിരക്കുന്ന കാര്യങ്ങളല്ലെന്നും രഹസ്യരേഖകൾ ചോരുന്നത് അംഗീകരിക്കാനാകില്ലെന്നുമാണ് US വൃത്തങ്ങളുടെ പ്രതികരണം. ഇന്ന് നെതർലാൻഡ്സിൽ നടക്കുന്ന നാറ്റോ യോഗത്തിൽ ഇക്കാര്യങ്ങൾക്ക് പുറമെ അമേരിക്ക പങ്കാളിയായി ഇറാനിലേക്ക് നടത്തിയ ആക്രമണം കൊണ്ട് എന്ത് നേട്ടമാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടായതെന്ന് ട്രംപ് വിശദീകരിക്കേണ്ടി വരും. അതേസമയം ഇസ്രായേലിന്റെ ചാരന്മാരെന്ന് സംശയിക്കുന്ന 700ഓളം പേർ ഇറാനിൽ പിടിയിലായി. ഇറാനിനുള്ളിൽ നിന്ന് ആക്രമണം നടത്താൻ ഇസ്രായേലിന് സഹായികളുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരം ആളുകളെ അന്വേഷണ ഏജൻസികൾ തിരഞ്ഞുപിടിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇനി പ്രാദേശിക വാർത്തകളുമായി സകലമാന കേരളം കാണാം. ഹരികൃഷ്ണൻ ചേരും.